കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒന്ന് കാന്തപുരം ഉസ്താദാണ്, രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീകൾ മതിൽ കെട്ടി നിൽക്കുന്നതാണ്, വനിതാ മതിൽ കെട്ടി നിൽക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കാന്തപുരം ഉസ്താദ് അവരുടെ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ മെക്സവന്റെ ഒരു പ്രോഗ്രാമിൽ പുരുഷനും സ്ത്രീയും ഇടകലർന്ന് നിൽക്കരുത് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ഇന്ന് കേരളത്തിലെ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം എടുത്തിട്ട് വലിയ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. അന്ന് മതിൽ കെട്ടാൻ പോയ ഒരാളെ പോലും ഇന്ന് ഉസ്താദ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ മതിൽ കെട്ടാനോ ഒരു വരി കുറിപ്പ് എഴുതാനോ കാണുന്നില്ല. ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് 2025 ജാനുവരിയിലാണ്. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നേരത്ത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരോടല്ലേ പറഞ്ഞേ, അതിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശബരിമല ഹിന്ദു മതത്തിൽപ്പെടുന്നവരുടെ അമ്പലമല്ലേ, ആ അമ്പലത്തിൽ പോകുന്നവർ പോയാൽ പോരെ, നിങ്ങൾ പിന്നെ എന്തിനാണ് മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ റോഡിൽ വന്നിട്ട് തട്ടമൊക്കെ ഇട്ടിട്ട് ശബരിമല അമ്പലത്തിൽ സ്ത്രീകൾ കയറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനിതാ മതിലിൽ പങ്കാളിയായത്? അത് മറ്റൊരു വിഭാഗത്തിന്റെ കാര്യമല്ലായിരുന്നു. ആ മതത്തിന്റെ കാര്യത്തിൽ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇടപെട്ടത്? ഇങ്ങനെ ഒരു ചോദ്യം വരില്ലേ? ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരാളാണ്. പലർക്കും വ്യത്യസ്തമായ അഭിപ്രായം കാണും. ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ അഭിപ്രായം ഓരോരുത്തർക്കും കാണും. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഇന്നൊരു കോടതിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു കോടതിയാണ്, നിയമവ്യവസ്ഥയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആചാരങ്ങൾ പരിഷ്കരിച്ചാണ് വന്നത് ഹിന്ദു സമൂഹത്തിൽ, പലതരത്തിലുള്ള ആചാരങ്ങൾ. ഇപ്പം പണ്ട് കാലത്ത് മേൽജാതികൾ കീഴ്ജാതികൾ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അമ്പലത്തിന് മുമ്പിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ചെരുപ്പിട്ടോട്ട് പോകാൻ പറ്റില്ലായിരുന്നു, മേൽമുണ്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇതെല്ലാം മാറി വന്നിട്ടുണ്ട്. അങ്ങനെ കാലത്തിനനുസരിച്ച് മാറിയാണ് ഇന്ന് ഹിന്ദു സമൂഹവും ഹിന്ദു കമ്മ്യൂണിറ്റിയൊക്കെ ഈ നിലയിലെത്തി നിൽക്കുന്നത്. ഇന്ന് എല്ലാ മതത്തിൽപ്പെടുന്ന എല്ലാ ജാതിയിൽപ്പെടുന്ന ആൾക്കാർക്കും ക്ഷേത്രത്തിൽ പോകാം. ഇന്നൊരു തൊട്ടുകൂടായ്മയില്ല. ഇന്നത്തെ കാലത്ത് വലിയ രീതിയിൽ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മാറ്റം വന്നു തന്നെയാണ് ഇന്ന് ക്ഷേത്രങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കീഴ്ജാതിയായാലും മേൽജാതിയായാലും പലതരത്തിലുള്ള ജാതി വ്യവസ്ഥകളൊക്കെ ഹിന്ദു സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് ജാതി വ്യവസ്ഥ മാറി എല്ലാവർക്കും ക്ഷേത്രത്തിൽ ശ്രീകോവിലിനുള്ളിൽ ഇരുന്ന് പൂജിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോഴാണ് ചില ആൾക്കാർ വന്നിട്ട് സ്ത്രീയും പുരുഷനും പബ്ലിക് സ്പേസിൽ ഇടകലർന്ന് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, പബ്ലിക് സ്പേസിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പള്ളിക്കുള്ളിലെ കാര്യത്തെ പറ്റിയല്ല, അമ്പലത്തിനുള്ളിലെ കാര്യത്തെ പറ്റിയല്ല. ഇനി ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന എൻ്റെ അഭിപ്രായം പറയാം. ഞാൻ ഇത് ജീവിക്കുന്ന എൻ്റെ ഈ രാജ്യത്ത് ഇവിടെ ഒരു കോടതിയുണ്ട്. കോടതിയുടെ വിധി എന്താണോ ആ വിധി ശബരിമലയിലും ബാധകമാണ് എന്ന അഭിപ്രായം. സ്ത്രീ കയറണമെന്നാണ് കോടതി പറയുമെങ്കിൽ സ്ത്രീ കയറട്ടെ എന്ന തരത്തിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കാനൊന്നും ഞാനില്ല. അതേസമയം ഒരു ക്ഷേത്രത്തിനുള്ളിൽ, ഒരു കുന്നിന് മുകളിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പോകുന്നതോ, അതും ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന സ്ത്രീകളെ പോകുന്നുള്ളൂ, അവർക്ക് പോകുന്നതോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ചർച്ചയിൽ പോലും ഇവിടെ വനിതാ മതിൽ കെട്ടി നിന്ന സ്ത്രീകളാരും പബ്ലിക് സ്പേസിൽ വന്നിട്ട് സ്ത്രീയും പുരുഷനും ഒരുപോലെ നിന്ന് എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ബാക്കിയൊന്നുമല്ല. ചില ആൾക്കാർ വസ്ത്രത്തെ പറ്റിയും ബിക്കിനിയെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ബിക്കിനിയെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഏത് വസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത് പോലും അറിയത്തില്ല. പബ്ലിക് സ്പേസിൽ വന്ന് സ്ത്രീയും പുരുഷനും വ്യായാമം ചെയ്യുന്നതിനെയാണ് ഇവിടെ പലരും വിലക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു മതവിഭാഗത്തിന്റെ വിഷയമായിട്ടുള്ള ശബരിമല വിഷയത്തിൽ, സ്ത്രീ പ്രവേശന വിഷയത്തിൽ റോഡിലിറങ്ങി കൈ കോർത്ത് നിന്ന ഒരു മുസ്ലിം വനിതയും എന്തുകൊണ്ടാണ് കാന്തപുരം പബ്ലിക് സ്പേസിൽ സ്ത്രീയും പുരുഷനും ഇടകലർന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ പ്രതിഷേധിക്കാത്തത്? അതെന്താ ഇപ്പൊ നിങ്ങൾക്ക് വനിതാ മതിൽ വേണ്ടേ? അതെന്താ ഇപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? അതെന്താ പബ്ലിക് സ്പേസിൽ സ്ത്രീയും പുരുഷനും ഇടകലർന്ന് നിൽക്കരുത് എന്നൊരാൾ പറയുമ്പോൾ, ഈ 2025 പറയുമ്പോൾ അതിനെതിരെ എന്താ നിങ്ങൾ സംസാരിക്കാത്തത്? സംസാരിക്കണ്ടേ? പലരും പറയുന്ന ഡയലോഗ്, ഇത് ഞങ്ങളുടെ മതത്തിൽപ്പെടുന്ന കാര്യമാണ്, ഞങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോട് അല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഇടപെടുന്നതെന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ ശബരിമല ഇടപെട്ടത്? എന്തിനാണ് വനിതാ മതത്തിൽ പോയത്? ചോദ്യമല്ലേ അത്? എന്തിനാ പോയത്? ഇനി ഇത് പബ്ലിക് സ്പേസിലൊരു വിഷയമാണ്. ഇപ്പം ഈ മുസ്ലിം സ്ത്രീകൾ ശബരിമല വിഷയത്തിൽ പ്രതികരിച്ചതിനോടോ പ്രതിഷേധിച്ചതിനോടോ എനിക്ക് എതിരഭിപ്രായമില്ല. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് പബ്ലിക് സ്പേസിൽ സ്ത്രീയും പുരുഷനും വന്ന് ഇടകലർന്ന് നിൽക്കരുത് എന്നൊക്കെ പറയാൻ നേരത്ത് ഇത് ഓഡിറ്റ് ചെയ്യും. എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഏഷ്യാൻ ന്യൂസിനകത്ത് ഒരു ഉസ്താദ് വന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് കേട്ടു, ഇടകലർന്ന് നിൽക്കരുത്, ഇത് ഞങ്ങളുടെ മതത്തിന്റെ കാര്യമാണ്, നിങ്ങൾ എന്തിനാ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്ത് അവതാരകൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ, പട്ടാളത്തിൽ, പാരാമിലിറ്ററിയിൽ, പോലീസിൽ, ഇതുപോലുള്ള മേഖലകളിലെല്ലാം സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ലേ നിന്ന് വർക്ക് ചെയ്യുന്നത്, പരേഡ് എല്ലാം ഒരുപോലെയല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് മതപരമായ തെറ്റാണ്. അപ്പോൾ എവിടെ നിൽക്കുന്നു ആ ചിന്താഗതി? ഇതൊരു ചോദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ശബരിമലയിൽ ഇത്തരത്തിൽ കൈകോർത്ത് നിന്ന് പ്രതിഷേധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ സംസാരിക്കാത്തത്? വളരെ കൃത്യമായൊരു ചോദ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യുന്നതിനും പരിഗണിക്കുക.